ലിഷോയ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലിഷോ, ഇന്നലെ രാത്രി നമ്മൾ കണ്ടതാണ് ആളുകളുടെ വലിയ പ്രതിഷേധങ്ങൾ. അത് സ്വാഭാവികമായിരുന്നു. കാരണം അത്രയേറെ ആശങ്കയും ഭയത്തോടെയും ഒക്കെയാണ് ആളുകൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ കഴിഞ്ഞു വന്നത്. അതിനിടയിലാണ് പോലീസിലെ ലാത്തി ചാർജും പെപ്പർ സ്പ്രേ പ്രയോഗിച്ചതും ഒക്കെയാണ് ആളുകളെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. MLA ഇടപെടുന്നു, മറ്റ് കോൺഗ്രസ് നേതാക്കൾ വരുന്നു. ആകപ്പാടെ ഒരു സംഘർഷഭരിതമായ സാഹചര്യം. എന്തായാലും അതൊക്കെ അവസാനിച്ചു. എങ്ങനെയാണ് ആ നാട്ടിലെ ജനങ്ങൾ ഇപ്പോൾ ഈ പോലീസിന്റെ നടപടികളെ കാണുന്നത്? അവർക്ക് അല്പമെങ്കിലും ഇപ്പോൾ പെൺമക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ ഇന്നലെ നമ്മൾ കേട്ടതാണ്. ഇനിയും അയാൾ പുറത്തിറങ്ങും, ഇനിയും അയാൾ ആളുകളെ വന്ന് കൊല്ലുമെന്ന പേടി അവർക്കിപ്പോഴും ഉണ്ട്. തീർച്ചയായും ആളുകൾക്കുമുണ്ട്. അതായത് നമ്മൾ അല്പസമയം മുമ്പ് ഇവരുടെ വീട്ടിൻ്റെ, അതായത് ഈ ചെന്താമരയുടെയും അതുപോലെ തന്നെ ഈ കൊല്ലപ്പെട്ടവരുടെയും വീടിൻ്റെ തൊട്ട് അടുത്തുള്ള ഒരു പുഷ്പ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായി സംസാരിച്ചു. അവർ നമ്മളോട് പ്രതികരിച്ചതാണ്. അതായത് അവർക്ക് നിയമവ്യവസ്ഥയിലും അതിനോടൊപ്പം തന്നെ ഇപ്പോഴെടുത്ത പോലീസ് നടപടിയിലും യാതൊരു വിധത്തിലുള്ള ഒരു വിശ്വാസവും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അതിന് പറയുന്നതിന് ഒരു മറ്റൊരു കാര്യമുണ്ട്. അതായത് നേരത്തെയും സമാനമായ രീതിയിൽ ഇയാൾ കൊലപാതകം നടത്തി വീണ്ടും ജയിലിൽ പോയതിന് ശേഷം വീണ്ടും പുറത്തിറങ്ങി. ആ പുറത്തിറങ്ങിയ ആൾക്ക് യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ല. അതിനുശേഷം 2 കൊലപാതകം നടത്തി, വീണ്ടും ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുകയാണ്. പക്ഷേ പോലീസിൻ്റെ പിടിയിലായ ആൾക്ക് ഒരു കൂസലുമില്ല. ഇനിയും വേണ്ടി വന്നാൽ അയാൾക്ക് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ കഴിഞ്ഞാൽ അയാൾ വീണ്ടും കൊലപാതകം നടത്തും എന്നൊരു ഭയപ്പാട് തന്നെയാണ് ആ പരിസരവാസികൾക്കൊക്കെ തന്നെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇനി ഒരു കാലത്തും അയാൾ പുറത്തിറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ നാട്ടുകാർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആദ്യത്തെ കേസിലെ ഈ വിചാരണ നടപടികൾ അത് ഇതുവരേക്കും പൂർത്തിയാക്കിയിട്ടില്ല. അതുപോലും പൂർത്തിയാകാതെ എങ്ങനെ രണ്ടാമത്തെ കേസിൽ, അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ഈ കൊലപാതക കേസിൽ ഇയാൾ ശിക്ഷിക്കപ്പെടും? ഈ മക്കളെല്ലാം ആവശ്യപ്പെടുന്ന ഇയാൾക്ക് എത്രയും പെട്ടെന്ന് ഇയാൾക്ക് ഈ ട്രയലൊക്കെ പൂർത്തിയാക്കി ഇയാൾക്ക് വിചാരണ നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം ശിക്ഷ വിധിക്കണമെന്നുള്ളതാണ്. പക്ഷേ അതിനൊക്കെ എത്രത്തോളം കാലതാമസം എടുക്കും എന്നുള്ളൊരു ആശങ്കയാണ് ഇവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ഈ കുടുംബവും എല്ലാം തന്നെ ഈ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ചെന്താമര ഇപ്പോൾ പിടിയിലായതിൽ ഒരു ആശ്വാസത്തിലാണ്. അതേസമയം തന്നെ ആശങ്കയും ഇവിടുത്തെ നാട്ടുകാരുടെ മനസ്സിൽ നിന്ന് വിട്ടൊഴിയുന്നില്ല. ഇതാണ് സ്ഥിതി. നാട്ടുകാരുടെ ഭയപ്പാട് മാറുന്നില്ല. അതിപ്പോൾ ഇന്നലെ ഈ പ്രതിഷേധിക്കുന്നവരുടെയൊക്കെ അവർക്കൊക്കെ ഉള്ള പ്രശ്നം പോലീസ് അവർക്ക് വിട്ടുകൊടുക്കാതെ കൊണ്ടുപോയി എന്നല്ല, ഏതെങ്കിലും രീതിയിൽ അവരുടെ പരാതികൾ 4 പരാതികൾ പോലീസ് സ്റ്റേഷൻ ചെന്നു. ഏതെങ്കിലും ഒരു പരാതിയെ പോലീസ് ഗൗരവത്തോടെ എടുത്ത് അയാളെ അപ്പോൾ തന്നെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിൻ്റെ പേരിൽ അകത്തിയിട്ടിരുന്നെങ്കിൽ ഈ 2 മനുഷ്യജീവനിൽ പോവില്ലായിരുന്നല്ലോ എന്നാണ്. ദിവിഷ്, ഇന്നലെ ഈ കാര്യത്തെക്കുറിച്ച് പാലക്കാട് SP അജിത് കുമാറിനോട് ചോദിക്കുമ്പോൾ അജിത് കുമാർ പറയുന്നുണ്ട്, പരാതി കിട്ടിയിരുന്നു, സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ട് ഇത് ജാമ്യവ്യവസ്ഥകളൊന്നും ലംഘിക്കാൻ പാടില്ല എന്ന് ഉപദേശം കൊടുത്ത് അയാളെ വിട്ടു എന്നാണ് പാലക്കാട് SP തന്നെ പറഞ്ഞത്. ഏതായാലും ഗുരുതരമായ വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഓൾറെഡി സസ്പെൻഷനിലായിട്ടുണ്ട്. കൂടുതൽ നടപടി ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ. അല്ല, ഇത്തരം വിഷയങ്ങൾ പോലീസിന് അങ്ങനെ സാത്വികമായ നിലപാടൊന്നും എടുക്കാം. 56 വയസ്സായ ആളാണ്. അയാൾ ആദ്യം ഒരു കൊലപാതകം ചെയ്തു, അത് പ്രത്യേക സാഹചര്യത്തിലായിരിക്കും. ഇനി അയാൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ കരുതിയാണോ പോലീസ് അയാളെ താക്കീത് നൽകി? അങ്ങനെ ഒരു ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത് ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചിരുന്നു, എന്ത് തരത്തിലാണ് ഇത്തരമൊരു ക്രിമിനലിൽ നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന പ്രതീക്ഷ പോലീസിന് ഉണ്ടാകുന്നത്? പിന്നെ ഈ ജയിൽ സംവിധാനത്തിലാണെങ്കിലും അവിടെ ശിക്ഷിക്കപ്പെട്ട് വരുന്ന ജയിലിൽ വരുന്ന ഒരാൾ, അയാൾ ഏത് രീതിയിൽ പെരുമാറുന്നു, അയാളുടെ മാനസികാവസ്ഥ എന്താണ്, അങ്ങനെ ഒരു മോണിറ്ററിംഗ് നടക്കുന്നില്ല. പല ക്രിമിനലുകളും ജയിലിലാകുന്നുണ്ട്. അവരെ ജാമ്യം നൽകി പുറത്തു വിട്ടു കഴിഞ്ഞാൽ അവർ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു വിശകലനമോ വിലയിരുത്തലോ ജയിലിനുള്ളിലും നടക്കുന്നില്ല എന്നുള്ളതും നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയം. ആ സിസ്റ്റത്തിന്റെ പരാജയം തന്നെയാണ് 2 മനുഷ്യരുടെ വീണ്ടും അതിക്രൂരമായ നിലയിൽ കൊല്ലപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. നമുക്ക് ഈ ചെന്താമരയെ തൂക്കിക്കൊല്ലണമെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ ആവശ്യപ്പെട്ട് അവരുടെ വാക്കുകളിലേക്ക് പോവുകയാണ്. വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയമാണ് എന്ന് പറയുന്നത്. പോലീസ് കൃത്യസമയത്ത് നടപടി എടുത്തിരുന്നുവെങ്കിൽ തങ്ങൾക്ക് ഈ ഗതി വരില്ലായിരുന്നുവെന്നും മക്കൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നേരത്തെയും പ്രതിയെ ഇവരുടെ അമ്മ കൊല്ലപ്പെട്ടപ്പോൾ പിടികൂടിയതാണ്. പക്ഷേ വീണ്ടും പ്രതി പുറത്തിറങ്ങി. ഇപ്പോൾ അതിനുശേഷം ഒരു ദാക്ഷിണ്യവുമില്ലാതെ 2 പേരെ കൊലപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ ഒരു വേദനയും അതിനോടൊപ്പം തന്നെ ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം, എത്രയും പെട്ടെന്ന് നൽകണമെന്നൊരാവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. പ്രതിയെ പിടികൂടി, പക്ഷേ ഇപ്പോഴും ഒരു കൂസലുമില്ലാതെ നിൽക്കുകയാണ് അയാൾ. പ്രതി പിടികൂടി പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും അയാൾ ചെയ്യില്ല എന്നൊരു ആശ്വാസം മാത്രമേ ഉള്ളൂ. പിന്നെയും ചെയ്യാലോ, അതുകൊണ്ട് തൂക്കുകയറ് കൊടുക്കുക തന്നെ വേണം. 1 മാസം കൊണ്ട് അയാൾ 2 ജീവനാക്കി. ഇനി ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടായിരിക്കും നാട്ടിലത്തെ ചേച്ചിയോ ബന്ധുക്കാരോ അയാളുടെ ഭാര്യേനെയൊക്കെ കൊല്ലണം എന്ന് പറയണ്ടല്ലോ. ഇനിയും അത് ആവാ. അതുകൊണ്ടാണ് അയാളെ തൂക്കുകയറ് കൊടുക്കുക. ആദ്യം
അമ്മയെ കൊലപ്പെടുത്തിയ സമയത്ത് അതിനുശേഷം 4 കൊല്ലത്തിനപ്പുറം പുറത്തിറങ്ങി. ആ കേസിൽ ഇപ്പോഴും ശിക്ഷ ലഭിച്ചിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും അറസ്റ്റിലായി എന്നൊക്കെ പറയുമ്പോഴും എത്രത്തോളം നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്? ഇനി ഇപ്പൊ ശിക്ഷ വരുന്ന അറിയില്ല. എന്താണെങ്കിലും തൂക്ക് കയറി ആ ഒരാളിനെ പേടിച്ചിട്ട് എത്ര ആ നാടും ഞങ്ങളും കുടുംബവും എല്ലാം പേടിച്ചിരിക്കല്ലേ ആ ഒരു മനുഷ്യന് വേണ്ടി. അപ്പൊ അയാളെ കൊന്നതിന് അതോട് ഇത്തിരി ആശ്വാസത്തെങ്കിലും ഞങ്ങൾക്ക് വെളിയിലിറങ്ങി നടക്കാമല്ലോ. എല്ലാവരും ഞങ്ങളുടെ കൂടെ വരണമെന്നില്ല, ഒറ്റയ്ക്കാണെങ്കിലും ഞങ്ങൾ യാത്ര ചെയ്യേണ്ടത്. അപ്പൊ ഞങ്ങളുടെ സുരക്ഷയും നോക്കണ്ടേ. തൂക്കുകയറ് കൊടുക്കുക തന്നെ വേണം. ഇയാൾ ഒരു കൂസലും ഇല്ലാതെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം നേരത്തെയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ നിങ്ങൾ കാണുന്ന സമയത്തൊക്കെ? അതെ, അമ്മനെ വെട്ടിക്കൊന്ന് കൊണ്ടുവന്ന് തെളിവെടുപ്പിന് വരുമ്പോഴും അയാൾ ഒരു ഇതും ഇല്ലാണ്ട് ഇങ്ങനെ ഒരു ഇതും ഇല്ലാണ്ട് ഒരു ഇത് എങ്ങനെ അമ്മ കെഞ്ചി എന്നൊക്കെ പറയണം. അപ്പോഴെങ്കിലും ഒരു മനസാക്ഷി ഉണ്ടാക്കി കാണിക്കായിരുന്നു പോലീസിന്റെ അടുത്ത്. അപ്പോഴും പോലീസ് ഒരു റിയാക്ഷൻ അടിക്കുക ഒന്നും ചെയ്തില്ല. ഇപ്പോഴും പ്രൊട്ടക്ഷനാണ്. ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം, അവർക്ക് എന്താ വേണ്ട വെച്ചാൽ ചെയ്തു കൊടുക്കണം. ഒന്ന് കൊല്ല്, ഞങ്ങളിപ്പോ അനാഥ ആയില്ലേ. ഇതിലിപ്പോ ഭക്ഷണം തേടി വന്നപ്പോഴാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ പുറത്തുനിന്ന് സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഇയാൾക്ക്? അപ്പൊ എങ്ങനെ പോലീസ് അയാളുടെ വീട്ടിന്റെ ചുറ്റും ഇല്ലാന്ന് അയാൾ എങ്ങനെ അറിയണ? അതില്ല, അങ്ങനെ ആയതുകൊണ്ടാണല്ലോ അയാളുടെ വീട്ടിലേക്ക് വന്നത്. അവിടെ ഇത്രയും കനത്ത സുരക്ഷ ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ വരുവോ? അതല്ല ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുക്കണ്ടാവും, നമുക്കറിയില്ലല്ലോ. അയാൾക്ക് 3 ഫോണുണ്ട് എന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, അതിനെ കുറിച്ച് അറിയില്ല. തൂക്കുകയർ കൊടുക്കുക, ആരെയും വിശ്വസിക്കാനേ പറ്റില്ല ഈ കാലത്ത്. കൂടെ ഉണ്ടായിരുന്ന അമ്മയും അച്ഛനും ഒക്കെ പോയി. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാനും അയാളെ വെറുതെ വിട്ട് നമുക്ക് പുറത്തിറങ്ങാനും പേടിയല്ലേ. അയാൾ എവിടെ ഇരിക്കണമെന്നും കൂടി നമുക്കറിയില്ലല്ലോ. ഇവർ ആവശ്യപ്പെടുന്നത് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എങ്കിൽ പോലും ഇനിയും ഒരുപാട് സമയമെടുക്കും ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കാൻ. പരമാവധി ശിക്ഷ നൽകണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇപ്പോഴും ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഏത് സമയവും ഇയാൾ പുറത്തിറങ്ങുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഇനിയും ഭീഷണിയാകും എന്നുള്ളൊരു ഭയമാണ് ഈ കുട്ടികൾക്ക് ഇപ്പോഴും ഉള്ളത്. പോലീസിൽ വിശ്വാസമില്ലെന്ന് ചെന്താമരയുടെ അയൽവാസി പുഷ്പ. ചെന്താമരയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, പോലീസ് പ്രതിയെ വെറുതെ തീറ്റിപ്പോറ്റുക മാത്രമാണ് ചെയ്യുന്നതെന്നും പുഷ്പ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. നെന്മാറയിലെ കൊലപാതകി ചെന്താമരയുടെ വീടിൻ്റെ നേരെ മുൻപിലത്തെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ പുഷ്പ എന്ന് പറയുന്ന ചേച്ചിയുണ്ട്. അവർക്കും നേരത്തെ പല തവണ ഈ ചെന്താമരയുടെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടായിരുന്നു, കൊല്ലുമെന്നുള്ള ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. ഇപ്പം എന്താണ് നിങ്ങൾക്കൊക്കെ തോന്നുന്നത്? എന്താണ്? ഞങ്ങൾക്ക് അറസ്റ്റിലായിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി 3 പ്രാവശ്യം പരാതി പറഞ്ഞു. സർക്കാർക്കും അറിയാം ഈ ചേച്ചി കൊലപാതകം ചെയ്തതൊക്കെ അറിയാം, കൊല ചെയ്തതെല്ലാം അറിയാം. പിന്നെയും എന്തുകൊണ്ട് ഈ 5 വർഷം 6 വർഷം കഴിയുമ്പോഴേക്ക് ഒരാൾക്ക് ശിക്ഷാ നടപടി ഇല്ലാതെ പോയച്ച് ഇപ്പം 2 പേരിനെ കൊല ചെയ്തു. ഇനിയിപ്പോൾ എന്ത് സുരക്ഷിതമാണെന്നാണ് പറയുന്നത്? ഇപ്പോഴും നിങ്ങൾക്കപ്പം ഒരു വിശ്വാസമില്ല ഒരിക്കലും. ഞങ്ങൾ പോലീസിനെയോ എന്താ പറയുക നിയമത്തിൽ വിശ്വസിക്കണില്ല. ഞാൻ വിശ്വസിക്കണില്ല. ആര് വിശ്വസിക്കണം? ഞാൻ വിശ്വസിക്കണം. അങ്ങനെ പറഞ്ഞ ഞങ്ങൾ പോയി ഇയാൾ വന്നപ്പോൾ ഞങ്ങൾ പോയല്ലോ. ഇപ്പം 5 വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് ഇപ്പം 2 കൊലപാതകം ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇയാൾക്ക് ഇവർ എന്ത് സുരക്ഷിത കൊടുത്താൽ അവർ ചാടില്ല എന്ന് എന്ത് കണ്ട അയാൾക്ക് നീയും ഞങ്ങളെ കൊല ചെയ്യണം, നീയും 3 പേരുണ്ട് 2 പേരുണ്ട് എന്നല്ല പറയുന്നത്. ഇവരെന്ത് ശിക്ഷാവധി, ഇവരെന്ത് ചെയ്തിട്ട് അയാളെ മാറ്റം വരുത്തിയിരിക്കണേ? അയാൾക്ക് എന്ത് മാറ്റം സംഭവിച്ചിരിക്കുന്നു? അയാൾ 5 വർഷം 6 വർഷം ഇട്ടു, എന്ത് മാറ്റം വന്നു അയാൾക്ക്? പിന്നെയും ഒന്നിനെ കൊന്നു, രണ്ടാമത്തെ ഇപ്പം 2 കൊല നടത്തി. 70-75 വയസ്സായ അമ്മനെ കൊലപ്പെടുത്തിയിരിക്കുന്നു, 12 വെട്ട്. അയാളെന്ത് ശിക്ഷ, അയാളെന്ത് പറഞ്ഞു, എന്ത് ചെയ്തു? നിങ്ങൾ പെണ്ണുങ്ങളാണ് പറഞ്ഞു. ആ പെണ്ണുങ്ങളെ അതിൻ്റെ വായ രൂപമില്ല പറഞ്ഞു. ഇപ്പം പെണ്ണുങ്ങൾ അവരെന്ത് തെറ്റ് ചെയ്തു? ഈ കൊലവറി കൊണ്ട് നടക്കണ ആളെ എന്തിനും ഇവരിങ്ങനെ നിയമം പറഞ്ഞ് കൊണ്ടുപോയിട്ട് പിന്നെയും അയാളെ നല്ല ആരോഗ്യമുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെയും ആരോഗ്യം പിടിപ്പിച്ചിട്ട് ഇവർ വിടുകയല്ല, പിന്നെയും കൊന്നിട്ട് വരട്ടെ. അപ്പം ഞങ്ങൾ എന്ത് നടപടിക്കുക? എന്താണ് ഇവർക്ക്? ഞങ്ങൾക്കൊരു സുരക്ഷിത, ഞങ്ങൾ പോയല്ലോ ശരി, അയാളെ വിട്ടു, അയാളുടെ ശിക്ഷ അവർ ജാമ്യം കൊടുത്ത് വിട്ടു, ഇല്ല ജാമ്യത്തിലിറങ്ങി ശരി. ഞങ്ങളിങ്ങനെ അയാൾ വന്ന് ഞങ്ങളെ പേടിപ്പെടുത്തുന്നുണ്ട്, ഭീഷണിയുണ്ട്, ഇയാൾ വന്നിട്ട് ഇയാൾ ആക്ഷനൊന്നും ഇങ്ങനെ തോർത്തിട്ടിട്ടാണ് പോവുക. ഞങ്ങളെ കണ്ട ഇപ്പം 2-3 ദിവസം ഈ കൊല ചെയ്യണതിന് മുമ്പാണ് മുഖം കാണിച്ചിരിക്കുന്നത്. ഈ തൊപ്പിയിടും അങ്ങനെയൊക്കെ ചെയ്ത് ഇയാളുടെ ബാബ മാറ്റം രൂപമില്ല പറഞ്ഞിട്ടല്ലേ ഞാൻ 3 പ്രാവശ്യം, ഞാൻ വികലാംഗിയാണ്, എനിക്കൊരു സുരക്ഷിതമില്ല പറഞ്ഞിട്ടല്ലേ ഞാൻ 3 പ്രാവശ്യം പോയി. 3 പ്രാവശ്യം 2 പ്രാവശ്യം തനിയെ പോയി, പിന്നെ 3ാമത്തെ പ്രാവശ്യം പെറ്റീഷൻ എഴുതി എല്ലാവരുടെ അടുത്ത് ഒപ്പ് വാങ്ങിയിട്ട് പോയല്ലോ. അതും ഇവർ പാലുമില്ല, ഇവർ ഒരു പ്രതികരണം ഇല്ല പറഞ്ഞപ്പോഴാണ് അവരിനെ സുധാകരേട്ടനെയും ചെറിയ കുട്ടിനെയും വിളിച്ച് അഖിലനെയും വിളിച്ച് പിന്നെ അവരും പോയി കംപ്ലൈൻറ്റ് കൊടുത്തല്ലോ.
പിന്നെ ഇവരെന്ത് ഞങ്ങൾക്ക് എന്ത് സുരക്ഷിത തന്നു? നീ ഇവർ കൊണ്ടുപോയി നിയമം പ്രകാരം ജയിലിൽ കൊണ്ടടയ്ക്കണു, അവിടെ കൊണ്ടടയ്ക്കണു, ഇവിടെ ഇയാൾ ചാടി വരില്ല എന്നാര് കണ്ടു? തീർച്ചയായും എന്തായാലും വലിയ ഭയപ്പാടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഈ നിയമത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള നടപടികളിലൊന്നും തന്നെ വിശ്വാസമില്ല എന്നുള്ളതാണ് അയൽവാസികൾ പറയുന്നത്. കാരണം മുൻപും ഇതേപോലെ തന്നെ ഇയാൾ അറസ്റ്റ് ചെയ്ത് ഇയാൾ അവിടെ നിന്നൊക്കെ പുറത്തിറങ്ങിയതാണ്. എന്നിട്ടും യാതൊരു വിധത്തിലും ഒരു കൂസലുമില്ലാതെയാണ് 2 കൊലപാതകം കൂടി ഈ ചെന്താമര നടത്തിയിരിക്കുന്നത്.